റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ? അതോ അമേരിക്കൻ നികുതി ഇളവിന് പകരമായി ഇന്ത്യ അത്തരമൊരു രഹസ്യ ധാരണയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യമാണിത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അവകാശപ്പെടുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയുടെ ആ അവകാശവാദത്തെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് സാക്ഷാൽ റഷ്യ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യ തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ലെന്നും അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യ എന്നുമാണ് മോസ്കോയിൽ നിന്നും വരുന്ന മറുപടി. വാഷിംഗ്ടണും മോസ്കോയും വാക്പോര് തുടരുമ്പോൾ സ്വന്തം ദേശീയ താല്പര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്ത എന്ന അമേരിക്കൻ വാദത്തെ റഷ്യൻ ഫെഡറേഷൻ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ശക്തമായ പ്രസ്താവന നടത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് മാറ്റിയെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കാരണവുമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് സമ്മതിച്ചു എന്നാണ്. എന്നാൽ റഷ്യ പറയുന്നത് മറ്റൊന്നാണ്. സ്വതന്ത്ര രാഷ്ട്രങ്ങളോട് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടെന്നും ആജ്ഞാപിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് അമേരിക്കൻ ഭരണകൂടം കരുതുന്നത് എന്നും, എന്നാൽ ഇന്ത്യ അത്തരം സമ്മർദ്ദങ്ങളിൽ വീഴുന്ന ഒരു രാജ്യമല്ലെന്നും ആണ് റഷ്യയുടെ പക്ഷം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണെന്നും ആഗോള വിപണിയിൽ എണ്ണവില പിടിച്ചു നിർത്താൻ ഇത് അനിവാര്യമാണെന്നും റഷ്യ ഓർമ്മിപ്പിക്കുന്നു. ഈ തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ട്രംപിന്റെ തീരുവ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണ്. 2025 ഓഗസ്റ്റിലാണ് കഥയുടെ തുടക്കം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തെ ബാധിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന് ശേഷം ഈ തീരുവ പെട്ടെന്ന് തന്നെ 18% കുറച്ചു. ഇവിടെയാണ് അമേരിക്കയുടെ അവകാശവാദം വരുന്നത്, ട്രംപിന്റെ അവകാശവാദം വരുന്നത്. ഈ നികുതി ഇളവ് നൽകിയത് വെറുതെ അല്ലെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന ഇന്ത്യയുടെ ഉറപ്പിന്മേലാണെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ എത്തിക്കാനുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അമേരിക്കയുടെയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി. എന്നാൽ നികുതി കുറച്ചെങ്കിലും റഷ്യയുമായിട്ടുള്ള ചങ്ങാത്തം ഇന്ത്യ ഉപേക്ഷിക്കില്ലെന്ന് റഷ്യ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയും അത് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. എന്തായാലും ഒരു വശത്ത് അമേരിക്കൻ വിപണി ഇന്ത്യക്ക് ആവശ്യമാണ്, മറുവശത്ത് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന റഷ്യൻ എണ്ണയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങളും നികുതി ഭീഷണികളും മുഴക്കുമ്പോഴും എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ഏതാണോ നല്ലത് അത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന മോദി സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് ഇവിടെ വിജയിക്കുന്നത്. ഫെബ്രുവരിയിൽ നടന്ന വ്യാപാര കരാർ പ്രഖ്യാപന വേളയിലും ട്രംപ് ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, ട്രംപ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ത്യ ഇതേവരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഈ മൗനം തന്ത്രപരമാണ്. അമേരിക്ക പറയുന്നത് അവർ പറയട്ടെ, റഷ്യ പറയുന്നത് അവർ പറയട്ടെ. പക്ഷേ ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയിട്ടാണ് എന്ന് ന്യൂഡൽഹി ഇതിനോടകം തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെയും റഷ്യൻ വക്താവ് വിമർശിക്കുമ്പോൾ ഇന്ത്യ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ അവകാശവാദങ്ങൾ വെറും രാഷ്ട്രീയ തന്ത്രങ്ങളാണെന്നും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം തകർക്കില്ല എന്നും മോസ്കോ ഉറപ്പിച്ചു പറയുന്നു. വലിയ ശക്തികൾ തമ്മിലുള്ള ഈ വടംവലിയിൽ ആരുടെയും പക്ഷം പിടിക്കാതെ എന്നാൽ എല്ലാവരിൽ നിന്നും നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യയുടെ നയതന്ത്രം തന്നെയാണ് ഇവിടെ ആത്യന്തികമായിട്ട് വിജയിക്കുന്നത്. വിപണിയിലെ ലാഭവും പഴയ സൗഹൃദവും ഒരുപോലെ കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.